করবেন তাই, না হলে আমার গরু ছেড়ে দেবো আর আত্মহত্যা করবো। നിങ്ങൾ ആ കരച്ചിൽ കണ്ടോ? ആ പാവം വൃദ്ധന്റെ കരച്ചിൽ കണ്ടോ? ഇത് നമ്മുടെ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാൾ. എന്തിനാണ് ആ വൃദ്ധൻ കരയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപക്ഷെ ഈ വീഡിയോ ഞാൻ വളരെ പതുക്കെ പറയുള്ളൂ, ഒച്ചടാൻ വയ്യ. എന്തിനാ വൃദ്ധൻ കരയുന്നത് മനസ്സിലായോ? പെരുന്നാൾ വരാൻ പോകുന്നത്, ബലിപെരുന്നാൾ. സ്വാഭാവികമായിട്ടും അവിടെയുള്ള മുസ്ലിം കച്ചവടക്കാർക്ക്, അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള കന്നുകാലികളെ അവിടെയുള്ള ആളുകൾ വിൽക്കും. അതിനുവേണ്ടി മാത്രമായിട്ട് കന്നുകാലികളൊക്കെ വളർത്താറുണ്ട്. അന്ന് വിൽക്കാൻ, സ്ലോട്ടേഴ്സിന് അറക്കാൻ വേണ്ടി തന്നെയാണ് വിൽക്കാറുണ്ട്. അപ്പോഴാണ് ഇവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം തോന്നി. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് അവർ BJPക്ക് വോട്ട് ചെയ്തു. ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു BJP സർക്കാർ. ഒരു പശുവിനൊക്കെ വിൽക്കുകയോ മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ പശുവിന്റെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം വേണമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ബലിപെരുന്നാളിന്റെ ഭാഗമായിട്ട് പശുക്കളെ മറ്റും വിൽക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവരുടെ കന്നുകാലികൾ, പശു ഉണ്ടാവാം, കാളയുണ്ടാവാം, പോത്തുണ്ടാവാം, കന്നുകാലികളുമായിട്ട് അവരവിടെ മാർക്കറ്റിലേക്ക് എത്തുന്നു. ഒരു മുസ്ലിം പോലും ഒരു ഹിന്ദുവിൻ്റെയും പശുവിനെ വാങ്ങിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അമ്മയല്ലേ പശു, നിങ്ങളുടെ ദൈവമല്ലേ പശു, അതിനെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആളുകൾ ഞങ്ങളെ തല്ലിക്കൊല്ലും, ഞങ്ങൾക്ക് മരിക്കാൻ വയ്യ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചോളൂ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആരാധിച്ചോളൂ, ഞങ്ങളെ വെറുതെ വിടൂ. ഇതാണ് അവിടെ ഇപ്പം നടക്കുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട്, ആ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഇടപെടാൻ അറിയാത്ത പാവങ്ങളായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഏത് ഭരണമാണ് വന്നത് എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അവർ നിന്ന് കരയുകയാണ്. ഈ പറയുന്ന കന്നുകാലികളെ വിറ്റിട്ട് വേണം എനിക്ക് എന്റെ മകളെ കല്യാണം കഴിക്കാൻ, എന്റെ വീട്ടിലത്തെ പട്ടിണി മാറ്റാൻ ഈ കന്നുകാലികളെതാ ഈ ഒരു സമയത്ത് വിറ്റിട്ട് വേണം. ഇവിടെ ആ ഒരു മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് 5 ലക്ഷം രൂപയോളം കടമെടുത്തിട്ട് എന്താ പറയുക, ഈ ഒരു കന്നുകാലി ബിസിനസ് തുടങ്ങിയ ആൾക്കാരുണ്ട്, സ്ത്രീകളൊക്കെ. അവരൊക്കെ നിന്ന് കരയുകയാണ്. സങ്കടം തോന്നിപ്പോവും. ആ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നിപ്പോകുന്ന കാഴ്ച. എത്ര പേർക്ക് അത് സങ്കടം തോന്നുമെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ചില ആൾക്കാർക്ക് അത്തരം ഇതൊന്നും മനസ്സൊന്നും ഇല്ലല്ലോ. എന്തായാലും ഇതാണ് ആ കരച്ചിൽ. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇത് മാത്രമല്ല അവിടെ കരച്ചിലായിട്ട് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് വേറൊരു ദുഃഖകരമായ ഒരു കാഴ്ച കൂടെ ഉണ്ട്. അതൊന്ന് കാണാം. ഈ സാധനക്കാർക്ക് ഗോമാത, തേങ്ങ, മാങ്ങ ഇങ്ങനെ ഒന്നുമില്ല. അവർക്ക് ഈ കാളകളെ വിൽക്കണം. ഇത് കാളകളാണ്, പശു ഒന്നല്ല, കാളകളാണ്. അതിന് വിൽക്കണം. എന്നിട്ട് വേണം അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ കൗ സെയിൽസുകള്, ഹിന്ദുക്കളുടെ കൗകളെ അവിടെയുള്ള ഒരാളും വാങ്ങിക്കുന്നില്ല. കാരണം അവിടെ പശു സംരക്ഷകർ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇത് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞുതരാം. ബംഗാളി ഭാഷയാണ് പറയുന്നത്. മുസ്ലിംസ് ആർ നോട്ട് ബൈയിങ് കൗസ്. ഹിന്ദു ട്രേഡേഴ്സ് ആർ ഇൻ ഡീപ് ട്രബിൾ. ഹിന്ദുസ് കനോട്ട് സർവൈവ് ലൈക്ക് ദിസ്. ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഒരു പശുക്കളെയും കന്നുകാലികളെ ആരും വാങ്ങിക്കുന്നില്ല, കാളകളെയൊന്നും ആരും വാങ്ങിക്കുന്നില്ല, മുസ്ലിങ്ങൾ വാങ്ങിക്കുന്നില്ല. അവർക്ക് ഭയപ്പെട്ടവരെ മാറി നിൽക്കുകയാണ്. അവർക്ക് പേടിയാണ്. കാരണം ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ഈ പശു സംരക്ഷകരും ഈ ഗോ സംരക്ഷകരും വണ്ടി തടയും, തല്ലിക്കൊന്നുകളയും, അല്ലെങ്കിൽ ജയ് ശ്രീരാം വിളിപ്പിക്കും. അടിച്ചടിച്ചടിച്ച് മരണം വരെ ജയ് ശ്രീരാം വിളിപ്പിക്കും. അതുകൊണ്ട് ഇവർക്ക് ധൈര്യമില്ലതൊന്നും വാങ്ങിക്കാൻ. എനിക്കിതിൽ സങ്കടമായിട്ടുള്ള ഒരു ദൃശ്യം കൂടി ഉണ്ടായിരുന്നു. ഒരു പയ്യൻ നിന്ന് കരയുന്നുണ്ട്. ഒരു പയ്യൻ നിന്ന് കരയുകയാണ്. കാരണം അവന് ഇതൊക്കെ വിറ്റിട്ട് വേണം അവന് എന്ത് ചെയ്യാൻ.
വളരെ സ്നേഹത്തോടെയാണ് അവിടെയുള്ള ലോക്കൽ മുസ്ലിങ്ങൾ പറയുന്നത്. ആ ഹിന്ദു സഹോദരൻ പറയാണ്, ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ കാറ്റിലുമായിട്ട്, നിങ്ങളുടെ ആ ഒരു കാളയുമായിട്ട് നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് പോകൂ. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങളുടെ അമ്മയല്ലേ അത്? നിങ്ങൾ പൂജിക്കുന്ന മൃഗമല്ലേ അത്? അതിനെന്തിനെങ്ങോട്ട് കൊണ്ടുവന്നേ? അതിനിവിടെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വളർത്തുന്ന മൃഗങ്ങളെ തന്നെ ഞങ്ങൾ കൊന്നു തിന്നോളാം, അല്ലെങ്കിൽ ഞങ്ങൾ വിറ്റോളാം. ബലി പെരുന്നാളിന് ഞങ്ങൾ ഹിന്ദുക്കളതൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളെ തല്ലിക്കൊല്ലും, പേടിച്ചിട്ടാണ് എന്ന് പറയുന്നു. ഇവിടെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ തലയും താത്തി നിൽക്കുന്നത് കാണാം. കുറച്ച് മാസം മുമ്പ് വരെ, 1-2 മാസം മുമ്പ് വരെ ഒരു പ്രശ്നവുമില്ലാതെ കാളകളെ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നൊരു പാവം പയ്യനാണ്. ഇതിന്റെ പുറകിലുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം, അവൻ ആ ഒരു മൃഗത്തെ വിറ്റിട്ടുള്ള പണം കൊണ്ട് വേണം അവന്റെ സഹോദരിയുടെ കല്യാണവും മറ്റോ ഒരു പ്രശ്നം കൂടി പറയുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ. അവൻ നിന്ന് കരയുന്നുണ്ട്. ആ വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയില്ല. അവന്റെ അതാ সব মানছি আমি, সব মানছো, তাহলে কিভাবে তোমরা জয় করতে নিয়ে আসছো? সরকার মানা করেছে তো? হ্যাঁ না, আমি ক্লাবের ആ പാവത്തിന് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. সরকারের রায়ের উপরে কি কোনো রায় হবে? ও সঙ্গড় গোমাতা তো তোমরাও জানো গোমাতা, তুমি কি স্বার্থে আনলে? তুমি ওই ক্লাব তোমার বাঁচাবে? കണ്ടില്ലേ? നിങ്ങൾ ഗോമാതയല്ലേ, എന്തിനായിട്ട് കൊണ്ടുവന്നേ? പൊയ്ക്കൊള്ളുന്നോ പറയുന്നേ? കാരണം അവർക്ക് അതല്ലാതെ വേറെ രക്ഷയില്ല. അതങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞ് കുടുംബത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം വാങ്ങിച്ചിട്ട് സ്ലോട്ടർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പറയുന്ന ഹിന്ദു സംരക്ഷകർ എപ്പോഴാ തടയുക, എപ്പോഴാ തല്ലിക്കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ പയ്യന്റെ നൃത്തം ഉണ്ടല്ലോ, അതൊരു നമ്മുടെ ഹൃദയം വേദനിക്കുന്ന ദൃശ്യമാണ്. കാരണം അവന് ആ വിൽപ്പന നടക്കണം, അവന്റെ ജീവിതമാണത്. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ ആളുകളുടെ ജീവിതത്തിലടക്കം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഭരിക്കുന്നൊക്കെ പറയുന്നൊരു മുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഭരിക്കുന്നത്, മുസ്ലിങ്ങളെ കാര്യം ഞാൻ നോക്കൂല എന്ന് പറയുന്ന, അവർക്ക് റേഷൻ കാർഡ് പോലും കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന, ആ മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് തന്നെയാണ് അപകടം. ഇതിലത്തെ മുമ്പ് ഒരു സ്ത്രീ പറഞ്ഞത്, മുസ്ലിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ആളുകളാണ്, എന്തിനാണ് ഇത്തരം പ്രശ്നമൊക്കെ കൊണ്ടുവരുന്നത് ആ സ്ത്രീ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്റെ പൊന്നിടാങ്ങളെ? ഇതൊരു ഭീകരമായ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇതൊക്കെ വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തുക എന്ന് മാത്രമേ എനിക്കൊക്കെ പറയാനുള്ളൂ. നമുക്കിതിങ്ങനെ വീഡിയോ വഴി നിങ്ങളെ അല്പമെങ്കിലും കേൾക്കുന്നവർക്ക് ഒരു അല്പം തുള്ളിയെങ്കിലും ബോധം ഉണ്ടാവട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് നാളെ കാണാം. ബൈ.